അത് നമ്മൾ ചിന്ത മാത്രമല്ല, ഇപ്പം ചിന്തയൊക്കെ കൂടുതൽ അവിടെ നമ്മുടെ ആ ഒരു ഇമോഷനാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത്. നമുക്ക് ചിന്തകൾ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം, പക്ഷെ നമ്മുടെ ഉള്ളിൽ സങ്കടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ചിന്ത മാത്രമേ ആവുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷനാണ് അവിടെ ശരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ അയ്യോ എനിക്കിത് വന്നല്ലോ എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ അങ്ങനെയുള്ളത് വരാനുള്ളൊരു പോസിബിലിറ്റീസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അത് രണ്ട് രീതിയിലുണ്ട്. ഇപ്പം നമുക്ക് ഒരു ദുരന്തം വന്നു എന്ന് വിചാരിക്കാം, നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ബ്രെയിനിലൊരു സാധനമുണ്ട്, അത് ബ്രെയിനിൽ റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം അതിന് പറയാം. അതൊരു ഫിൽട്ടറാണ് ശരിക്കും. ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഇപ്പം നമ്മളൊരു കാറ് വാങ്ങിക്കാൻ പോയി, നമ്മളൊരു കാറ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു, അല്ലെങ്കിൽ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് നോക്കി, അല്ലെങ്കിൽ അത് വാങ്ങിച്ചു. പിന്നെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ കാറ് കാണാം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നമ്മൾ എവിടെ നോക്കിയാലും ആ കാറ് കാണാം. നമ്മൾ വിചാരിക്കുക ഈ കാറ് ഒരുപാട് സ്ഥലത്ത് കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കാം. ഇതുപോലെ നമ്മൾ ചില സമയത്ത് ഒരു മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പല ആൾക്കാരുടെ കണ്ടില്ല മൊബൈൽ കാണാൻ തുടങ്ങും. ഇപ്പോൾ ഒരാളൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് അയാൾ കല്യാണം കഴിച്ചു, വൈഫ് പ്രഗ്നൻ്റായി. അയാൾ വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ അയാൾ കയറുകയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ സൈഡിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഏരിയ അവിടെ ഉണ്ടെന്നുള്ളത്. അതുവരെ അന്ന് അയാൾ കണ്ടിട്ടില്ല. അത് പിന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൽ കുട്ടികൾ നടക്കുന്നത്, അമ്മമാർ നടക്കുന്നത്, ഇതൊക്കെ അയാൾ കണ്ണിലേക്ക് വിടാൻ തുടങ്ങുകയാണ്. അപ്പം എന്തിനാണോ അയാൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് അതിനനുസരിച്ചിട്ട് ചുറ്റുപാടുള്ള കാര്യങ്ങൾ ബ്രെയിൻ ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങും. ബ്രെയിൻ നമുക്കിത് കാണിച്ചു തരാൻ തുടങ്ങും. ഇപ്പോൾ ഒരാൾ സക്സസ്ഫുൾ ആവണമെന്ന് മനസ്സിലൊരു ചിന്ത ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ ഈ റെറ്റിക്കുലർ ആക്ടിവേഷൻ സിസ്റ്റം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്യാൻ തുടങ്ങും. നമ്മൾ 10 മില്യൺസോളം സംഭവങ്ങൾ നമ്മൾ ചുറ്റും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുക. അതിലേകദേശം 1% മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നുള്ളൂ. ഈ ഉള്ളിലേക്ക് എടുക്കുന്നതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതിന് ബേസ് ചെയ്തുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഈ അടുത്തിടെ ഞാൻ ഈ റിലേഷൻഷിപ്പ് കൗൺസിലിങ്ങും ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അപ്പം മിക്ക പ്രശ്നങ്ങളിലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് വിചാരിക്കുക വീട്ടിൽ. അതുകൂടി ആ പ്രശ്നത്തിൽ ഫോക്കസ്ഡ് ആയെന്ന് വിചാരിക്കുക. നമ്മുടെ ഉള്ളിൽ ആ പ്രശ്നങ്ങൾ കിടക്കുകയാണ്. പിന്നെ ബ്രെയിൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ മാത്രം, തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങും. പ്രശ്നങ്ങളിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആവും. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ കാണുന്നത് പ്രശ്നങ്ങൾ മാത്രമായിരിക്കും, ദുരന്തങ്ങൾ മാത്രം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. അപ്പം അങ്ങനെയാണ് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോവുക. അപ്പം ഞാൻ ഈ അടുത്ത് ചെയ്തൊരു, അതായത് ഭയങ്കര ഒരു ട്രാജഡി ആയിട്ടുള്ള ലൈഫാണ്. ഒരു സൂയിസൈഡൽ ഇതിലൊക്കെ എത്തി നിൽക്കുന്നൊരു ഫാമിലി. അപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പോൾ ചെറിയൊരു ചേഞ്ചസ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ ദിവസവും ഏതെങ്കിലും 3 പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക, എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടൊന്ന് ഫീൽ ചെയ്യുക. എല്ലാ ദിവസവും എഴുതിയിട്ട് എനിക്ക് അയക്കാൻ പറഞ്ഞത്. ഒരു 2 ആഴ്ച കഴിഞ്ഞതോടുകൂടി ബ്രെയിൻ എന്ത് സംഭവിച്ചു, ബ്രെയിൻ ഇത് ട്യൂൺ ചെയ്യാനാണ്. അതായത് ഈ 3 പോസിറ്റീവ് സാധനമായിട്ട് ബ്രെയിനൊരു വർക്കാണല്ലോ അവിടെ. അപ്പോൾ അത് 2-3 സാധനങ്ങൾ കണ്ട് ദിവസവും ചെയ്ത് പിന്നെ അത് അൺകോൺഷ്യസ് ആയിട്ട്, കോൺഷ്യസ് അല്ലാതെ തന്നെ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. കാരണം അതിനൊരു ടാസ്ക് ഉണ്ട്, ഇത് കണ്ടുപിടിക്കണം എന്നുള്ളത്. അപ്പോൾ അത് പതുക്കെ അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ മാത്രം നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി ലൈഫ് മാറാൻ തുടങ്ങി. ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് കാണാൻ തുടങ്ങി. ലൈഫ് കംപ്ലീറ്റ് ട്രാൻസ്ഫോം ആയി. ചെറിയൊരു ചേഞ്ചസ് ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ ബ്രെയിൻ എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഭയങ്കര പ്രശ്നമാണ് നമുക്കെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രശ്നങ്ങൾ മാത്രം കാണാൻ തുടങ്ങും. ഇപ്പം നമ്മൾ കടത്തിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ കടത്തിനെ കുറിച്ച് ചിന്ത മനസ്സിലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഫോക്കസ് എപ്പോഴും കടം, അല്ലെങ്കിൽ ബാലൻസ് ഇല്ലാത്ത കാര്യങ്ങൾ, ഇവിടെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നമ്മൾ കംപ്ലീറ്റ് ഇതിലായിരിക്കും നമ്മുടെ ഫോക്കസ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മൾ കാണുന്ന കാര്യങ്ങളും നമ്മളിലേക്ക് വരുന്നതൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. പിന്നെ നമ്മുടെ ഒരു ലൂപ്പിൽ അങ്ങനെ കടന്ന് പോകും. അതിൽ നിന്ന് നമ്മൾ എപ്പോഴാണോ പുറത്ത് വരുന്നത്, നമുക്ക് നമ്മളെ അതായത് റിച്ചായിട്ട് ഫീൽ ചെയ്യുന്ന എപ്പോഴാണോ അപ്പോഴേ നമ്മളത് കാണാൻ തുടങ്ങുള്ളൂ. പിന്നെ നമ്മൾ റിച്ച് ആവുകയുള്ളൂ. അതെ, അതിനൊരു കാര്യം കൂടിയുണ്ട്. ഈ ബ്രെയിനിനൊരു പ്രത്യേകതയുണ്ട്. അതിന് ഈ സൈക്കോളജി ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയും. അതായത് നമ്മളൊരു കാര്യം റിപ്പീറ്റഡായിട്ട് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പം ഒരു കാട്ടിലൊരു വഴിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരാളതിൽ നടന്നുപോയി. അപ്പോൾ അവിടെ ചെറിയൊരു വഴി പോലെ വരുമല്ലോ. പിന്നെ 2-3 പ്രാവശ്യം നടന്നു കഴിഞ്ഞാൽ അതൊന്നൊരു ക്ലിയറായി വരും. കുറച്ച് കാലം കഴിയുമ്പം ആൾക്കാരൊക്കെ അതിലേ പോയി അത് ചിലപ്പോൾ റോഡ് പോലെയായി മാറും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ചിന്തകളെന്ന് പറയുന്നത്. നമ്മുടെ ചിന്തകൾ ഒരു പ്രാവശ്യം നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു നേരത്തെ ഒരു ലൈനിൽ ഒരു പാത്ത് അവിടെ ഉണ്ടാവും, ഒരു ന്യൂറൽ നെറ്റ്വർക്ക്സ് അവിടെ ഉണ്ടാവും എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം പിന്നീട് ചിന്തിക്കുന്നോ, റിപ്പീറ്റഡായിട്ട് ചിന്തിക്കുന്നോ, അത് സ്ട്രോങ് ആയി നമ്മുടെ മെൻ്റൽ സ്റ്റേജ് അതായി മാറും കുറച്ച് കഴിയുമ്പോൾ.
അപ്പം എനിക്ക് മനസ്സിലേക്ക് വന്നിരുന്നതാണ് ജോ ഡിസ്പെൻസയുടെ ഒരു എക്സാമ്പിൾ പറയും പുള്ളി. അതായത് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തതാണ്. അതായത് 30 ആൾക്കാരെ വിളിച്ചു. അതിൽ 15 ആൾക്കാർക്ക് ഒരു പിയാനോ കൊടുത്തു. എന്നിട്ട് അവർക്ക് നോട്ടും കൊടുത്തു. അതായത് വായിക്കേണ്ട, പിയാനോയിൽ വായിക്കേണ്ട നോട്ടും കൊടുത്തു. ഇപ്പറേ 15 ആൾക്കാർക്ക് ഈ നോട്ട് മാത്രം കൊടുത്തു, പിയാനോ കൊടുത്തില്ല അവർക്ക്. എന്നിട്ട് ഈ 2 ഗ്രൂപ്പിനോടും ഒരു 30 ദിവസം ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. അതായത് പിയാനോ ഉള്ള ആൾക്കാരോട് നോട്ട് നോക്കി വായിക്കാനും, മറ്റേ ആൾക്കാരോട് എന്താ പറയുന്നറിയോ, ഇരിക്കുക, കണ്ണടച്ചിട്ട് പിയാനോ മുന്നിൽ ഉണ്ടെന്ന് വിചാരിക്കുക, എന്നിട്ട് വിഷ്വലൈസ് ചെയ്ത് വായിക്കുക. 1 മാസം 2 പേരും ചെയ്തു. 1 മാസം കഴിഞ്ഞിട്ട് 2 പേരെ കൊണ്ടത് പ്ലേ ചെയ്യിപ്പിച്ചു. 2 പേരും ഏകദേശം ഈക്വൽ ലെവലിലാണ് പെർഫോം ചെയ്തത്. അതായത് നമ്മുടെ ബ്രെയിനിൽ റിപ്പീറ്റഡായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഈവൻ ആ കയ്യിൽ, അതായത് ഈ മസിൽ മെമ്മറി ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും. അപ്പോൾ അതെല്ലാം അവിടെ നടന്നു ശരിക്കും. അപ്പോൾ ബ്രെയിനിന് അങ്ങനെ ഒരു പവർ ഉണ്ട് ശരിക്കും. ഈ അടുത്ത് കുറേ ആൾക്കാർ അങ്ങനെ, അതായത് മൈൻഡ് വെച്ചിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പം. അങ്ങനത്തെ ഒരു ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൈൻഡിന് ആ ബോഡിയിൽ വരെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുന്നതാണ് പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കറിയാമല്ലോ. മൈൻഡ് നമ്മളൊന്ന് ശ്വാസം നന്നായി എടുത്തിട്ട് നമ്മുടെ ബോഡി റിലാക്സ് ആവുന്നുണ്ടല്ലോ. അതായത് ഇപ്പോൾ വയറൊക്കെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ മൈൻഡിൽ വയറ് കുറയണേ, വയറ് കുറയണേ. അതങ്ങനെയല്ല, അതിൽ കുറേ മെത്തേഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് അല്ല, സിമ്പിളായിട്ട് പറയുമ്പോൾ ആ ഒരു ചിന്ത ആദ്യം വരണമല്ലോ. ഇത് കുറയണമെന്നുള്ള ചിന്ത വന്നാലല്ലേ കാര്യങ്ങൾ നടക്കും. നമുക്ക് ഡീപ്പായിട്ടുള്ള ചിന്ത വേണം എന്ത് ചെയ്യണം എന്നുള്ളത്.